Dear students, welcome to the cost accounting class. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഇത് ഈ ചാപ്റ്ററിലെ ലാസ്റ്റാണ്. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അവസാനിക്കുകയാണ്. ടൈപ്സ് ഓർ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. എന്തൊക്കെയാണ് കോസ്റ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ടെക്നിക്സ് യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണെന്നുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചാർജിങ് ഓൾ കോസ്റ്റ് both variable and fixed to product, service, jobs or process. It is also called full costing. Means ഒരു ഇതാണ് മുഴുവൻ കോസ്റ്റും ചാർജ് ചെയ്യുന്നതാണ് എന്ത് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബോത്ത് ഫിക്സഡ് ആൻഡ് വാരിയബിൾ. ഇപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്താണ്, വാരിയബിൾ കോസ്റ്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഫിക്സഡ് കോസ്റ്റ് മീൻസ് എന്താണ്, ഫിക്സഡ് അതെന്തായി മാറില്ല, ആ പ്രോഡക്റ്റിൻ്റെ യൂണിറ്റ് പെർ പ്രോഡക്റ്റ് മാറുന്നതിനനുസരിച്ച് ഫിക്സഡ് കോസ്റ്റിന് എന്ത് വരുന്നില്ല, ചേഞ്ചസ് വരുന്നില്ല. നേരെ മറിച്ച് വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റിനനുസരിച്ച് എന്ത് ചെയ്യും, വാരിയബിൾ കോസ്റ്റ് മാറിയിരിക്കും. അപ്പോൾ എക്സാമ്പിൾ, ഒരു ഫിക്സഡ് കോസ്റ്റ് എക്സാമ്പിൾ റെൻറ്റ്, നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നത് വാടക. അപ്പോൾ അത് പ്രൊഡക്ഷൻ കൂടിയാലും റെൻറ്റ് കൂടൂല, പ്രൊഡക്ഷൻ കുറഞ്ഞാലും റെൻറ്റ് കുറയൂല ഇല്ലല്ലോ. നമ്മളിപ്പോൾ 1000 rupees റെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ 1000 ആണെങ്കിലും 10,000 ആണെങ്കിലും ഒക്കെ റെൻറ്റ് എത്ര തന്നെ വരൂ, ബിൽഡിങ്ങിൻ്റെ 1000 വരും. നേരെ മറിച്ച് വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1000 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 1000 രൂപ വരും, 10,000 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 10,000 രൂപ വരും അതിൻ്റെ റോ മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടി അല്ലേ. അപ്പോൾ ഫിക്സഡ് കോസ്റ്റും വാരിയബിൾ കോസ്റ്റും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ എല്ലാ കോസ്റ്റുകളും നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണെന്ത് ഫുൾ കോസ്റ്റിംഗ് അല്ലെങ്കിൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ദെൻ സെക്കൻഡ് വൺ മാർജിനൽ കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചാർജിങ് ഓൺലി വാരിയബിൾ കോസ്റ്റ് ടു എ പ്രോഡക്റ്റ്, ഓപ്പറേഷൻ ആൻഡ് പ്രോസസ്സസ്. ഇറ്റ് ഈസ് കോൾഡ് വാരിയബിൾ കോസ്റ്റിംഗ്. എന്ത് കോസ്റ്റ് മാത്രം ചാർജ് ചെയ്യുക, വാരിയബിൾ കോസ്റ്റ് മാത്രം ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണെന്ത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു അഡീഷണൽ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റ് അഡീഷൻ, നമ്മൾ 100 പ്രോഡക്റ്റ് ഉണ്ടാക്കി ഇനി ഒന്നും കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഒരു അഡീഷണൽ പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്ത് കോസ്റ്റ് മാത്രമേ വരൂ, വാരിയബിൾ കോസ്റ്റ് മാത്രമേ വരൂ. അതായത് അവിടെ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് മാർജിനൽ കോസ്റ്റിംഗ്. അപ്പോൾ എന്ത് കോസ്റ്റിംഗ് മാത്രം, വാരിയബിൾ കോസ്റ്റ് മാത്രം വെച്ചിട്ട് കോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. ദെൻ ഡയറക്റ്റ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചാർജിങ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ്, മീൻസ് ഓൾ വാരിയബിൾ കോസ്റ്റ് ആൻഡ് സം ഫിക്സഡ് കോസ്റ്റ് ടു പ്രോഡക്ട്സ്, services, jobs, etc. The indirect costs are included and written off against the profit of the period in which they are arise. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് മാത്രം എടുക്കുക, ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അപ്പോൾ 2 തരം കോസ്റ്റാണ്. ഡയറക്റ്റ് കോസ്റ്റ് നമുക്ക് ആ കോസ്റ്റ് വന്നിട്ടുണ്ടെന്നുള്ളത് നേരിട്ട് കാണാം. ഇപ്പോൾ ഒരു ഫർണിച്ചർ, ഒരു അലമാര അല്ലെങ്കിൽ ഒരു ഡെസ്ക്, ബെഞ്ച്, ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് മരം ആവശ്യമാണ്. അത് ആ ഡെസ്ക് കണ്ടാൽ നമുക്കറിയാം ഇതിനെന്ത് വേണം, മരം വേണമെന്നുണ്ട്. അപ്പോൾ അതെന്താണ്, ഡയറക്റ്റ് കോസ്റ്റാണ്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ചിലപ്പോൾ എന്ത് വന്നിട്ടുണ്ടാവാം, ക്ലീൻ ചെയ്യാനുള്ള ആളുകൾ ക്ലീൻ ചെയ്തിട്ടുണ്ടാവാം അല്ലേ, പശ ഉപയോഗിച്ചിട്ടുണ്ടാവാം അല്ലേ, ഗമ്മ് വന്നിട്ട് ഫെവിക്കോൾ വാങ്ങിച്ചിട്ടുണ്ടാവും. അങ്ങനെ എന്താ പറയുക, നമുക്ക് കാണാൻ പറ്റാത്ത കുറേ കോസ്റ്റുകൾ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ടാവാം. ദെൻ ഈ ഡെസ്ക് ബെഞ്ചൊക്കെ എണ്ണാൻ വേണ്ടി ഒരു ക്ലർക്ക് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ ക്ലർക്ക് ഇതൊക്കെ ചെയ്ത് വെച്ച്, നമുക്ക് ഈ ഡെസ്ക് കണ്ടാൽ അറിയില്ല ഇതൊന്ന് ക്ലർക്ക് ഇത് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് പറയാൻ പറ്റുമോ, ഇല്ലല്ലോ. അപ്പോൾ അയാൾക്ക് നമ്മൾ സാലറി വേജ് കൊടുത്തിട്ടും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. അപ്പോൾ ഡയറക്റ്റ് കോസ്റ്റ് മാത്രം ചാർജ് ചെയ്യുന്നതാണ് എന്ത് ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് ദ ടെക്നിക് ഓഫ് കമ്പയറിംഗ് കോസ്റ്റ് ഓഫ് 2 alternatives ഫോർ ദ പർപ്പസ് ഓഫ് ഡിസൈഡിങ് വിച്ച് ഓൾട്ടർനേറ്റീവ് ഈസ് ബെസ്റ്റ്. അപ്പോൾ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യുക, കോസ്റ്റ് എന്ത് ചെയ്യാണ്, നമ്മൾ ഉണ്ടാക്കി അല്ലെങ്കിൽ മേക്ക് ഓർ ബൈ ഡിസിഷൻ ഞാനെന്ന് പറഞ്ഞില്ലേ, അതുപോലെ എന്ത് ചെയ്യണം, ഏതാണ് നല്ലതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇനി യൂണിഫോം കോസ്റ്റിംഗ്. It is the use of same costing principles, practices and methods by several undertakings for a common control or comparison cost. അപ്പോൾ എന്താണ് യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ പ്രിൻസിപ്പിൾസും പ്രാക്ടീസസും എല്ലാം എല്ലാ പ്രോഡക്റ്റിനും എന്ത് ചെയ്യുക ഒരേപോലത്തത് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണെന്ത് യൂണിഫോം കോസ്റ്റിംഗ്. ദെൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് ദ അസർടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ആഫ്റ്റർ ദേ ഹാവ് ബീൻ ഇൻകേർഡ്. അപ്പോൾ കഴിഞ്ഞു പോയതിന് കോസ്റ്റ് കാണുന്നതാണ് എന്ത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. നമ്മൾ അക്കൗണ്ടിങ് കോസ്റ്റൊക്കെ എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റാണ്. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എന്ത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ദെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കമ്പയറിംഗ് ആക്ച്വൽ കോസ്റ്റ് വിത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, അനലൈസിങ് വാരിയൻസസ് ആൻഡ്
ടേക്കിംഗ് റെമഡിയൽ ആക്ഷൻ ഇഫ് നെസസറി. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, കോസ്റ്റ് കമ്പയർ ചെയ്യുക. നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതലാണോ ആക്ച്വൽ അല്ലെങ്കിൽ കുറവാണോ എന്നുള്ളത് കമ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള റെമഡിയൽ ആക്ഷൻസ് എടുക്കുക. അപ്പോൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റ് കുറയ്ക്കണം. കുറവാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാം. ഇതാണ് എന്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. This is a technique basically used for apportionment of overheads. Overheads are identified with each activity, which activity act as cost driver. Cost driver is the reason for the incurrence of overhead cost. Cost drivers may be purchase orders, store requisition power consumed, etc. Having determined the overhead cost with each cost center, cost per unit of each cost driver can be ascertained. The overhead cost is then assigned to job on the basis of number of activities required for their completion. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക, പ്രൊഡക്ഷൻ്റെ ബേസിൽ ചെയ്യുന്നതിൻ്റെ. ഇപ്പോൾ ഓവർഹെഡ് എത്ര, ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇൻഡയറക്റ്റ് കോസ്റ്റിനെ മൊത്തത്തിൽ പറയുന്ന പേരാണെന്ത്, ഓവർഹെഡ് കോസ്റ്റ്. ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓവർഹെഡിൻ്റെ കോസ്റ്റാണെന്ത്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. നേരെ നമ്മൾ ഡയറക്റ്റ് കോസ്റ്റിംഗ് പറഞ്ഞില്ലേ, അപ്പോൾ ഇത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസിന് മൊത്തത്തിലാണ് എന്ത് പറയുക, ഓവർഹെഡ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ കോസ്റ്റിംഗ് ആണ് എന്ത്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ആൻഡ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്. This is a technique for evaluation of total cost of the product over its economic life. Thus, it takes into consideration the entire life of the product from beginning to end. അപ്പോൾ ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയത് മുതൽ അത് നമ്മൾ തിരിച്ചെടുക്കുന്നത് വരെ, നമ്മൾ അബാൻഡൺ ചെയ്യുന്നത് വരെയുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ദെൻ ലാസ്റ്റ് വൺ, ടാർഗറ്റ് കോസ്റ്റിംഗ്. This is a technique to control the cost in competitive environment of a product. In this type of costing, a firm focuses on what it will sell at which price and then it plan to produce the product. അപ്പോൾ ടാർഗറ്റ് ചെയ്യുക എന്താണ്, ഇത് നമ്മൾ മുൻകൂർ ഒരു പ്ലാൻ ചെയ്യാമെന്നറിയില്ല, അതുപോലെ നാളെ ഇത് ഉണ്ടാക്കുമ്പോൾ ഇതിനെത്ര പ്രൈസ് ഫിക്സ് ചെയ്യാം. അപ്പോൾ എന്താണ്, വിൽ സെൽ അറ്റ് വിച്ച് പ്രൈസ് ആൻഡ് ദെൻ ഇറ്റ് പ്ലാൻസ് ടു പ്രൊഡ്യൂസ് ദ പ്രോഡക്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ 10 രൂപയ്ക്ക് വിൽക്കാം, എന്നിട്ട് എന്ത് ചെയ്യുക, ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്, ടാർഗറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയാണെന്ത് ഈ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. അപ്പോൾ ഇതോടുകൂടി എന്ത് ചെയ്തു, നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ പ്രോബ്ലം തുടങ്ങുകയാണ്. സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യും. ഞാനുണ്ടാവും, ലിസി മിസ് ഉണ്ടാവും, ശരത് സാർ ഉണ്ടാവും. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ മുഴുവൻ ഞാനാണ് എടുത്തത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നോട്ടുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ക്ലാസ്സിലേക്ക് എഴുതി വെക്കുക, നോട്ടിലേക്ക് എഴുതി വെക്കുക. താങ്ക് യു.